മാളൂട്ടി ഈ മുൻമേശ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. കുഞ്ഞു വരാം. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോന് ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ. മോളെ, അച്ഛനെ നല്ലോണം ഉരുട്ടു മോളെ, ഉരുട്ടു മോളെ. എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്ക വെച്ച് നേർന്നതാ. ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിന് വേണ്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ. ചോദിച്ചില്ല. ആ, അച്ഛനെ ഉരുട്ടു മോളെ. നാരായണ, മേല് വേദനിക്കുന്നുണ്ടല്ലേ? നല്ലോണം കടാക്ഷിക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ. ഇതും ശരിയാവില്ലല്ലോ. ആ, അച്ചമ്മ എവിടെ? വിളിക്കേ. പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ, ശങ്കുവപ്പയോ? കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ, ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനല്ലേ? അല്ല. ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. രാഘവ, ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി, ഒറ്റ തൊഴി. സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാൾ നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്കുള്ള പ്രായമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിരിക്കാനല്ല. പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ നീ എന്നാടാ പഠിക്കരാകവ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം. ഇഞ്ചി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവരത്തി ശങ്കുമാന് കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. ഇങ്ങോട്ട് വരടോ. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. സുഖിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്ത് വെച്ചതാ. അല്ല പറഞ്ഞോളി, കക്ഷിയോടെ? അപ്പൊ അതറിയാനാ വന്നത്? ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നപ്പോ അങ്ങനെ. അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി, എന്താ? തുറന്നേ. എന്തിനാ?
ആ തുറക്ക്. എന്താണ് പറയാൻ? ആ, ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന് തുറക്ക്. അമ്മാവനെ. അമ്മാവൻ ആ അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പ, തുറക്ക്, പറയാം. എന്താ? അമ്മാവനെ. അയ്യോ, എന്താ ഉണ്ണിട്ടത്? വേണ്ട ഉണ്ണിട്ട, പുറത്തു പോ. വേണ്ട, പറയുന്ന കേക്ക്. പ്ലീസ് വാ. വേണ്ട. ആരുമില്ലെന്നേ. വാ. അപ്പഴേ, കുളി കഴിഞ്ഞോ രാജി? ഇല്ല ഇല്ല, ആവുന്നേ ഉള്ളൂ. ആ, ഒന്ന് വേഗം ആട്ടെ. വെള്ളം ചൂടാറുവേ. പിന്നെ ഉണ്ണി അന്വേഷിക്കണ കണ്ടു. വിലസിനേച്ചി ഒരു ഉപകാരം ചെയ്യോ? എന്താ? ആ അകത്തിരിക്കുന്ന സർപ്പം എടുത്തു തരുമോ? എവിടെയാ ഇരിക്കണേ? ആ അലമാരിയുടെ മുകളിൽ കാണും. ആ പോവാൻ പോവാൻ. എന്ത് കണ്ടുപിടി? ഇവിടെ വാടി, ഇവിടെ നിക്കവിടെ, നിക്കാൻ. ഇന്ന് ഞാൻ എന്റെ മാളുവമ്മേ. ഒരു സ്വസ്ഥതയില്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം, അത് കഴിഞ്ഞപ്പോ ഒരു ഷഷ്ടി പൂർത്തി, ഓരോ കുരിശുകളെ. അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയുണ്ടോ ആവോ? എന്നാ ഈ വന്ന് കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ? ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇവിടുത്തെ മാത്രം ഒരു ചിട്ടയാ, വേറെ എവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ആകെയുള്ളത് കുറച്ചാണത്തെ ലീവാ. അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ. താനെന്നെ ഇങ്ങനെ വരാതെ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം. 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും. പിന്നെ വിസ അയക്കുന്നു, താനും മോളും കൂടി പറക്കുന്നു. വിട്ടത് തന്നെ. ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള്. അമ്മ അത് ഇതൊക്കെ പറയും. എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാ? എന്തായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. സ്വപ്നം കാണാം.